ഒരു സാധാരണ നോട്ടീസ് ഗോചരങ്ങൾക്ക് അറിയില്ലേ, 4-5 ലക്ഷം ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു മനുഷ്യൻ, ഈ നാട്ടിലെ വലിയ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ആൾക്കാർക്ക് വാരിക്കോരി പൈസ കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനത്തെ മനുഷ്യനല്ലേ? ആര് വിളിച്ചാൽ രാത്രിക്കും പകലും ഏത് സമയത്തും വിളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു ബിസിനസ്സുകാരുണ്ടോ ലോകത്ത്? ഈ കേരളത്തിലുണ്ടോ? ഇതെന്തിനാ പോലീസ് ഇങ്ങനെ പെറുക്കി കൊണ്ടുപോകണം? ഇയാള് അകത്തായൊക്കെ ബുദ്ധിമുട്ടുകൾ. ഡോക്ടർ കാർഡിയോളജിക്ക് ബന്ധപ്പെട്ട് ഇതിനു വേണ്ടി എഴുതി വെച്ച റിപ്പോർട്ട് അടക്കം കൊണ്ടുപോയി ഡോക്ടറിനോട് പറഞ്ഞത്. എന്തിനാ ഇയാളെ പെറുക്കി കൊണ്ടുപോകേണ്ട ആവശ്യം എന്താ? ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല കേട്ടോ, ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. കോടതി ആയിക്കോട്ടെ, മനുഷ്യന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എന്താ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്താ സമ്മാനം പറയും? ജുഡീഷ്യൽ സമ്മാനം പറയോ? ഇതൊരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ അധിപനല്ലേ? സാധാരണക്കാരനാണ് അയാള്. നമ്മൾ നിങ്ങളെമാര് സാധാരണക്കാരനാണോ? അയാളൊരു പ്രസ്ഥാനത്തിന്റെ അധിപനാണ്, സാധാരണക്കാരനല്ല അയാള്. അത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന, ലക്ഷക്കണക്കിന് ആൾക്കാരെ ചേർത്ത് പിടിക്കുന്ന, ഒരു ദിവസം കൈക്കൂമ്പിളി കൊണ്ടെടുക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ. അയാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലും ഒപ്പം നിൽക്കണ്ടേ? എന്തിനങ്ങനെ ഒരു വലിയൊരു പ്രയാസം നിങ്ങളെ ഭാഗത്തുനിന്ന്? അത് തന്നെ ഇന്നലെ 3 ദിവസമായില്ല നിങ്ങളെല്ലാവരും പാടെ ഇങ്ങനെ പൊതിയുന്നത്. അനങ്ങാൻ സമ്മതിക്കുന്നുണ്ടോ? കടന്നുറങ്ങാൻ സമ്മതിക്കുന്നുണ്ടോ? ആലോചിക്കണ്ട നിങ്ങളൊക്കെ. കോടതിയിൽ അറിയിക്കേണ്ട സിറ്റുവേഷനിലേക്ക് അറിയിക്കണം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല, ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. ഇതിനെക്കൂടെ നാട്ടിലൊരു പ്രസ്ഥാനമല്ലേ, ഒരു ഇതില്ലേ, പ്രസ്ഥാനങ്ങളും ഒരു ഭരണകൂടമല്ലേ? ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന സാധനങ്ങളൊന്നുമല്ല. ഇതിനൊക്കെ ഒരു പ്രത്യേകത ആ രീതിയിൽ നിയമപരമായിട്ട് നേരിടും. അങ്ങനത്തെ ഒരാളാണോ ബോച്ചെ? നിങ്ങൾ പറയ്. ഇത്രയും മീഡിയക്കാരില്ലേ? ഒരു നോട്ടീസ് 7 കൊല്ലത്തിന് ശിക്ഷ കിട്ടുന്ന ഒരു സാധനം, അതിന്റെ താഴേക്ക് പിന്നെ ശിക്ഷ കിട്ടുന്ന ഒരു സാധനം നോട്ടീസ് കൊടുത്താൽ 35 നോട്ടീസ് കൊടുത്താൽ ഹാജരാവേണ്ട ഒരു മനുഷ്യൻ, ഇയാളെന്തിനാ പെറുക്കിക്കൊണ്ടിരുന്നത്? ഈ റൂമിൽ ഇരുട്ടത്തെ റൂമിലാണല്ലേ എന്താണ് അനിറോസൻ എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ ആ വീഡിയോസൊക്കെ കണ്ടില്ലേ? അതിൽ വലിയ പ്രത്യേകിച്ച് വല്ല പറഞ്ഞ സംഭവമാണ്. തീർച്ചയായും ഉമേഷ്, ഇതൊക്കെ ബോബി ചെമ്മണ്ണൂരിനോടുള്ള അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ സാധാരണക്കാരനായാലും പണക്കാരനായാലും ആരായാലും നിയമത്തിന്റെ മുമ്പിൽ സമന്മാരാണ് എന്നത് അദ്ദേഹം മറന്നുപോവുകയാണ്. മാത്രമല്ല, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്, ആക്ഷേപമായി അവർ ഉന്നയിക്കുന്നത് എന്തൊക്കെയാണ് ഉമേഷ്? അജിംഷാദ്, അവർ പ്രധാന ആക്ഷേപമായിട്ട് പറയുന്നത് ഈ ഡോക്ടറുടെ പരിശോധനാ റിപ്പോർട്ട് എന്താണ് എന്ന കാര്യത്തിൽ തന്നെ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് വ്യക്തമാവും മുമ്പ് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നൊക്കെയാണ് അവർ ആക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ പരിശോധനാ റിപ്പോർട്ട് പക്ഷേ അതൊന്നും വസ്തുതകളുമായി ചേരുന്നതല്ല. കാരണം മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഡോക്ടർമാർ, അതും ജനറൽ ആശുപത്രിയിലാണ്, സർക്കാർ ആശുപത്രിയിലാണ്. സർക്കാർ ഡോക്ടർമാർ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പോലീസിന് നീങ്ങാനാകൂ. അങ്ങനെ മാത്രമേ പോലീസ് നീങ്ങിയിട്ടുള്ളൂ. ആ ഒരു തരത്തിലും ഉള്ള വേരിയേഷൻസ്, അപകടകരമായ ഒരു വേരിയേഷനും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കണ്ടിട്ടില്ല എന്ന് ഡോക്ടർമാർ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാകും പോലീസ് കൊണ്ടുപോവുക. കാരണം അങ്ങനെയാകൂ. കാരണം മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോലീസ് പോകുന്നത്. മാത്രമല്ല, ജില്ലാ ജയിലിലേക്ക് പോകുന്ന പ്രതിയാണ്. അങ്ങനെ ജയിലിലേക്ക് പോകുന്ന പ്രതിയുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസിൻ്റെ കടമയാണ്. അത് നിർവഹിക്കുന്ന തരത്തിലേക്കുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ, നിയമം അനുവദിക്കുന്ന ശാസ്ത്രീയ മാർഗങ്ങൾ, അതൊക്കെ നിർവഹിച്ച് മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പോലീസ് അവിടെ നിന്ന് കൊണ്ടുപോയത്. ബോബി ചെമ്മണ്ണൂരുമായി അടുത്ത വൃത്തങ്ങൾ നിയമപരമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു, നിയമപാലകർക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു, അവരുടെ നിർവഹണങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ ബോധ്യങ്ങളുടെ വാദങ്ങളൊക്കെയാണ് നിരത്തുന്നതും. അല്ലേ ഉമേഷ്? അതെ അജിംഷാദ്, നമ്മൾക്ക് എല്ലാവർക്കും അത് ബോധ്യമാകും. കാരണം പോലീസ് നിയമപരമായി തന്നെ പോലീസിന് പോകാൻ കഴിയുകയുള്ളൂ. ഇന്ന് മുഴുവൻ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ നടന്നതാണ്. മജിസ്ട്രേറ്റിന്റെ വിധി വന്നതാണ്. ജാമ്യാപേക്ഷ തള്ളുന്നു, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് വരുന്നു. ആ സമയത്താണ് ബോബി ചെമ്മണ്ണൂരിന് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാകുന്നത്. നമ്മൾ നേരിട്ട് കണ്ടതാണ്. കോടതി മുറിയിൽ അദ്ദേഹത്തിന് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള ഓഫീസ് മുറിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അവിടെ 1 മണിക്കൂർ വിശ്രമത്തിന് ശേഷം നടന്നാണ് ബോബി ചെമ്മണ്ണൂർ ആ 2ാം നിലയിലെ കോടതി മുറിയിൽ നിന്ന് താഴേക്ക് വന്നത്. ശരി ഉമേഷാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ പങ്കുവച്ചത്. എന്തായിരുന്നാലും ബോബി ചെമ്മണ്ണൂർ കാക്കനാട്ട് ജില്ലാ ജയിലിലേക്ക്